നാരദമുനി ഒരിക്കൽ ഹിമാലയത്തിലെ പരമപവിത്രമായ ഒരു പ്രദേശത്ത് തപസ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തപസ് കണ്ട് ഭയന്ന ദേവേന്ദ്രൻ കരുതിയത് ഇത് ഇന്ദ്രപദം നേടാനുള്ള തപസ്സാണെന്നാണ്. അതുകൊണ്ട് തന്നെ നാരദമുനിയുടെ തപസ് മുടക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി കാമദേവനെയും വസന്തദേവനെയും രതീദേവിയും കൂട്ടുപിടിച്ചു. നാരദമുനി തപസ് ചെയ്യുന്ന പ്രദേശത്തെത്തി അവർ മൂന്നുപേരും കൂടി ആവുന്നത്ര തപസ് മുടക്കാൻ ശ്രമിച്ചു. പക്ഷേ നാരദമുനിയുടെ തപസ്സിന് ഒരു ഇളക്കവും സംഭവിച്ചില്ല. ദേവേന്ദ്രൻ നാരദമുനിയുടെ തപോബലത്തിൽ അതിശയപ്പെടുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും നാരദമുനിയുടെ കഴിവുണ്ടായിരുന്നില്ല. ആ പ്രദേശത്താണ് പണ്ട് മഹാദേവൻ കാമനെ ഭസ്മീകരിച്ചത്. രതീദേവിയുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ മഹാദേവൻ കാമദേവന് പുനർജന്മം നൽകിയെങ്കിലും ഈ പ്രദേശത്ത് കാമദേവന്റെ യാതൊരു ലീലകളും വിലപ്പോകില്ല എന്ന് മഹാദേവൻ അരുളിയിരുന്നു. ആ പ്രദേശത്താണ് നാരദമുനി അപ്പോൾ തപസ് ചെയ്തത്. തപസ് പൂർത്തിയാക്കി അദ്ദേഹം ആദ്യം എത്തിയത് കൈലാസത്തിലാണ്. ചെന്ന് മഹാദേവനെ മുഖം കാണിക്കുകയും തന്റെ തപസ് പൂർത്തീകരിച്ചെന്നും താൻ കാമനെ ജയിച്ചവനാണെന്നും ഇപ്പോൾ നമ്മൾ തുല്യരാണെന്നും മഹാദേവനോട് പറഞ്ഞു. മഹാദേവൻ ചിരിച്ചു. നീ ഈ കാര്യം വേറെ ആരോടും പറയരുത്, പ്രത്യേകിച്ച് മഹാവിഷ്ണുവിനോട് എന്ന് മഹാദേവൻ താക്കീത് നൽകി. നാരദൻ അടുത്തതായി ബ്രഹ്മദേവന്റെ അടുത്തെത്തി. അതേ കാര്യം ആവർത്തിച്ചു. ബ്രഹ്മദേവനും താക്കീത് നൽകി. നീ ഇതാരോടും പറയണ്ട. നാരദൻ നേരെ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനോട് ഇതേ കാര്യം ആവർത്തിച്ചു. മഹാവിഷ്ണു ഈ വിവരം കേട്ടയുടനെ നാരദമുനി ആവോളം പ്രശംസിച്ചു. അവിടെ നിന്ന് മടങ്ങിയ നാരദമുനിയുടെ അഹങ്കാരം തീർക്കാൻ മഹാവിഷ്ണു തീരുമാനിച്ചു. അദ്ദേഹം മായാൽ ഒരു രാജ്യം തന്നെ സൃഷ്ടിച്ചു. 100 യോജന വിസ്താരമുള്ള ആ രാജ്യത്ത് ശിലാനിധി എന്നൊരു രാജാവും അദ്ദേഹത്തിന്റെ മകളായി ശ്രീമതി എന്നൊരു സുന്ദരിയും ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെത്തിയ നാരദമുനി ആ രാജ്യത്തിന്റെ ഭംഗി കണ്ട് ശിലാനിധി രാജാവിനെ മുഖം കാണിക്കുകയും ശേഷം മകളെ കാണുകയും ചെയ്തു. ഇവിടെ നിന്നും മടങ്ങി നാരദമുനിക്ക് ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ശ്രീമതിയെ സ്വന്തമാക്കാം. അതിനുവേണ്ടി അദ്ദേഹം വിഷ്ണുവിനെ കൂട്ടുപിടിക്കാൻ തീരുമാനിച്ചു. തിരിച്ച് വൈകുണ്ഠത്തിലെത്തിയ നാരദമുനി മഹാവിഷ്ണുവിനോട് പറഞ്ഞു, അങ്ങയുടെ ഭക്തനാണ് ശിലാനിധി. അങ്ങ് വിചാരിച്ചാൽ എനിക്ക് ശ്രീമതിയെ സ്വന്തമാക്കാം. ആര്യയുടെ രൂപം എനിക്ക് തരണം. നീ പോയിക്കൊള്ളുക. നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിരിക്കും എന്ന് മഹാവിഷ്ണു അനുഗ്രഹിച്ചു. ആര്യയുടെ മുഖം എന്ന് പറഞ്ഞാൽ കപിമുഖം, കുരങ്ങന്റെ മുഖം. ആ മുഖവുമായിട്ടാണ് നാരദൻ സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയത്. ശ്രീമതിയുടെ മുന്നിൽ അവൾക്ക് കാണാൻ മാത്രം പറ്റുന്ന രീതിയിൽ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അവൾ മഹാവിഷ്ണുവിനെ വരിക്കുകയും ചെയ്തു. തനിക്ക് ഹരിരൂപം നൽകി മഹാവിഷ്ണു വഞ്ചിച്ചു എന്ന് കരുതി നാരദൻ വൈകുണ്ഠത്തിൽ തിരിച്ചെത്തുകയും മഹാവിഷ്ണുവിനെ ശപിക്കുകയും ചെയ്തു. മനുഷ്യരൂപത്തിൽ സ്ത്രീവിരഹം നീയും അനുഭവിക്കും. അന്ന് നിനക്ക് സഹായികളായി വരുന്നത് എനിക്ക് ഇന്ന് നീ തന്ന ഈ രൂപത്തിലുള്ള കുരങ്ങന്മാരായിരിക്കും എന്നും നാരദമുനി മഹാവിഷ്ണുവിനെ ശപിച്ചു. പിന്നീടാണ് നാരദമുനി താൻ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയത്. നാരദൻ മഹാവിഷ്ണുവിന്റെ കാൽക്കൽ വീണ് മാപ്പിരങ്ങു. നാരായണൻ കോപിച്ചില്ല. പകരം പുഞ്ചിരിച്ച് നാരദനെ സമാധാനിപ്പിച്ചു. നീ മഹാദേവനെ പൂജിക്കുക, അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക. നിന്റെ തെറ്റുകളെല്ലാം അദ്ദേഹം പരിഹരിക്കും. അങ്ങനെ നാരദൻ അവിടെ നിന്നും മഹാദേവ പൂജയ്ക്കായി ഇറങ്ങുകയാണ്.